ഇന്നാളെ നമ്മൾ അടിപൊളി പായസം ഉണ്ടാക്കിയിരുന്നില്ലേ, എന്നാൽ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ എടുത്തത് 20 ബദാണ്. അപ്പോൾ ബദ നന്നായിട്ട് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് മെൽറ്റ് ആവുന്ന സമയം ഈ ബദം ആഡ് ചെയ്ത് കൊടുക്കുക. ബദ നന്നായിട്ട് പൊട്ടി വറുത്തതായി തുടങ്ങുമ്പോൾ അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് ഞാൻ എടുത്തത്. അത് തന്നെ വേണം, കാരണം ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഈത്തപ്പഴമാണ് ബെറ്റർ. ഇങ്ങനെ തൊലിയുള്ള ഈത്തപ്പഴമാണെങ്കിൽ തൊലിയൊക്കെ മുഴുവനായിട്ട് കളയണം. എത്രത്തോളം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുക. ഇതിൽ നിന്ന് കുറച്ച് ഈത്തപ്പഴം തൊലി കളഞ്ഞ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ ഈത്തപ്പഴത്തെ ഒന്നും കൂടെ മായപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ ബട്ടർ എന്തെങ്കിലും വേണമെങ്കിൽ പുരട്ടി അതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈത്തപ്പഴ ബോൾ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് എടുക്കുക. നെയ്യ് വേണമെങ്കിൽ എടുക്കുക, നെയ്യ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. കുറച്ച് നെയ്യ് എടുത്ത് കയ്യിൽ പുരട്ടി കുറച്ച് ഈത്തപ്പഴം കൂടെ എടുത്ത് ഇതുപോലെ പരത്തി കൊടുക്കുക. പരത്തി കൊടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ബദാം വെച്ച് കൊടുത്ത് ഉരുളയാക്കി എടുക്കുക. ബാക്കി വരുന്ന ഈത്തപ്പഴം ഒഴിവാക്കി കറക്റ്റ് ബോൾ ഷേപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈത്തപ്പഴ ബോൾസ് ഇവിടെ റെഡിയായി. എല്ലാ ബദത്തെയും എടുത്തിട്ടുള്ള ഈത്തപ്പഴ ബോൾസ് ഇവിടെ റെഡിയായി. ഇനി 1/2 കപ്പ് സാബുനരി എടുത്ത് ആവശ്യത്തിന് സാൾട്ടും കൂടെ ചേർത്ത് കുറച്ച് വെള്ളത്തിലിട്ട് കൊടുത്ത് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുത്ത് അതൊരു ഭാഗത്തേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഒന്നര ലിറ്റർ പാൽ തിളപ്പിക്കുക. തിളപ്പിച്ച പാലിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ശേഷം ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് അതിലേക്ക് നമ്മുടെ കോക്കനട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കോക്കനട്ട് പൗഡർ കൊക്കോനട്ടിൻ്റെയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് മിക്സ് ആക്കി കൊടുത്ത ശേഷം അത് വീണ്ടും പാലിലേക്ക് ഒഴിച്ചു കൊടുത്തു. ശേഷം അമുലിൻ്റെ ഫ്രഷ് ക്രീം എടുത്ത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തു. ഈ ഒരു ഫ്രഷ് ക്രീം 250 ഗ്രാം ആണുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ചൂടാക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഷുഗർ കുറക്കണം എന്നുണ്ടെങ്കിൽ 1 കപ്പൊക്കെ എടുത്താൽ മതി. ഇതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. പാലൊക്കെ കുറുകി കട്ടിയായി തുടങ്ങുന്നുണ്ട്. ഈ സമയം ഒരു ഗ്ലാസ് പാല് കേക്കിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. എങ്ങനെ ഇതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട, ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി കേക്കായിരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾ ഏത് പായസം വെച്ച് ചെയ്യുകയാണെങ്കിലും. പിന്നെ അതിലേക്ക് 1/2 കപ്പിൻ്റെ 3/4 ഭാഗം മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്ത് നേരത്തെ വേവിച്ചെടുത്ത സാബുനരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് പിന്നെയും ലോ ഫ്ലെയിമിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുക. മിൽക്ക് മേഡ് ചേർത്തിട്ടാണ് കേക്കിലേക്ക് പായസം എടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഓവർ മധുരം ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി സാബുനരി ചേർത്തിട്ടാണ് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായിട്ട് തിളച്ച് പാലൊക്കെ കുറുകി വരുന്ന സമയം നേരത്തെ ഉണ്ടാക്കി വെച്ച ഈത്തപ്പഴ ബോൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈത്തപ്പഴ ബോൾസ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഈ സമയം ഇത് ചേർത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാൻ മറക്കരുത്. ഈത്തപ്പഴം അതിലേക്ക് മെൽറ്റ് ആകും ഓവർ ചൂടായി കഴിഞ്ഞാൽ. ഇനി ഇത് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം മെയ്ഡ് ഗീ ഞാൻ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തു. അതിൽ ആവശ്യത്തിന് നട്ട്സും ചേർത്ത് ആവശ്യത്തിന് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ നിറമായി കഴിഞ്ഞപ്പോൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ അടിപൊളി പായസം അതോടുകൂടി റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഇഷ്ടമായെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. ഈ ഒരു പായസം കുടിക്കുന്ന സമയത്ത് കുടിക്കുന്ന ആൾക്ക് ആ ഈത്തപ്പഴം കഴിക്കുമ്പോൾ പ്രത്യേക ഫീലായിരിക്കും. ആ ഈത്തപ്പഴം കഴിക്കുന്നതിനോട് കൂടി അതിൻ്റെ ഉള്ളിൽ വറുത്ത ആ ഒരു ബദം കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും സർപ്രൈസ് ആയിരിക്കും ഈ ഒരു പായസം. നെക്സ്റ്റ് പായസ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 kg വാനില സ്പഞ്ച് കേക്ക് ഒരു ട്രേയിൽ എടുത്ത ശേഷം ഫോർക്ക് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുത്തി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ച ഒരു ഗ്ലാസ് പായസം കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തു.
ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം നോസിലിട്ട് കൊടുത്ത പൈപ്പിംഗ് ബാഗിലാക്കി സ്റ്റാർ ഡിസൈനും കൂടെ ചേർത്ത് പിസ്ത കുറച്ച് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് തരം പായസം ഉണ്ടാക്കുകയാണെങ്കിലും ഏത് തരം കേക്ക്സുകളും നിങ്ങൾ വെറൈറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.